ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. നമുക്ക് ഇന്ന് ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2ൻ്റെ പേര് പൽത്തെ റിശ്തെ. പൽത്തെ റിശ്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മബന്ധങ്ങൾ, ബന്ധങ്ങളുടെ യൂണിറ്റാണ് യൂണിറ്റ് 2. യൂണിറ്റ് 2ൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ബന്ധങ്ങളുടെ കഥയാണ് ഇവിടെ അതിൽ പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററായ ഒരു കഥയാണ്, കഹാനിയാണ്. ആ ചാപ്റ്റർ ആരുടെ കഥയാണെന്നുള്ളത് ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് പിക്ചറിലുള്ളത്? അതെ, ഒരു നായയുണ്ട്, ഒരാളുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ഇവരുടെ രണ്ടാളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ഹാച്ചി കി കഹാനി. ഹാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായയുടെ പേരാണ് ഹാച്ചി. അവരുടെ കഥയാണ്. എഴുതിയതാരാണ്? ഗീത് ചതുർവേദി. നമുക്ക് ഇനി ഓദറിനെ കുറിച്ചിട്ട് പറയാം. ഗീത് ചതുർവേദി. ഗീത് ചതുർവേദി കാ ജന്മ 27 നവംബർ 1977. ഓക്കെ, അവരുടെ ബർത്ത് എപ്പോഴാണ്? അവരുടെ ജന്മം എപ്പോഴാണ്? 27 നവംബർ 1977. മുംബൈ മേ ഹുവ. എവിടെയാണ്? അതെ, ബോംബെയിലാണ്. ആപ് ഹിന്ദി കെ കവി, കഥാകാർ ഓർ അനുവാദക് ഹെ. അവര് ഹിന്ദിയിൽ കവിത എഴുതുന്ന ആളാണ്, കഥ എഴുതുന്ന ആളാണ്, പിന്നെ ട്രാൻസ്ലേറ്റർ ആണ്. കഥാകാർ, അനുവാദക്. കഥാകാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ലേറ്റർ. ആലാപ് മേ ഗിർ, ന്യൂനതം മേ, ഖുഷിയോ കെ ഗുപ്തചർ ആദി ആപ്കെ കവിതാ സങ്കലൻ ഹേ. ഇതൊക്കെയാണ് അവരുടെ കവിതാ സമാഹാരം. കവിതാ സങ്കലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതാ സമാഹാരം. കവിത കെ ലിയെ ഭാരത് ഭൂഷൺ സമ്മാൻ പ്രാപ്ത ഹുവ. അവർക്ക് അതെ കവിതക്ക് വേണ്ടിയിട്ട് എന്താണ്? ഭാരത് ഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കഥാരചന കെ ലിയെ കൃഷ്ണ പ്രതാപ് സമ്മാൻ. കഥ എഴുതിയതിനാണ് കൃഷ്ണ പ്രതാപ് സമ്മാൻ. കൃഷ്ണ ബൽദേവ് ഫെലോഷിപ്പ്, സയ്യദ് ഹൈദർ റസ ഫെലോഷിപ്പ് ആദി പ്രാപ്ത ഹുവ. അപ്പൊ ഇത്രയും അവാർഡുകൾ അല്ലെങ്കിൽ ഫെലോഷിപ്സ് എന്താണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഓക്കെ, കഥയിൽ എന്താണെന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കൂ. 1923 1923 ആ ഒരു സമയം, ആ സമയത്ത് നടന്ന ഒരു കഥയാണിത്. 1923 കാ സമയം, 1923 ടൈമിൽ ജപ്പാൻ കെ രാജധാനി ടോക്യോ മേ സടക്ക് പർ ടഹൽത്തെ പ്രൊഫസർ യുഎൻഒ കോ കുത്തേ കാ ഏക് പില്ല മിൽത്താ ഹേ. എന്താണ് ഇവിടെ പറയുന്നത്? ജപ്പാൻ കി രാജധാനി. രാജധാനി പറഞ്ഞാൽ എന്താ? അതെ, തലസ്ഥാനം, ക്യാപിറ്റൽ അല്ലെ. ജപ്പാനിലെ രാജധാനി ടോക്യോയില് സടക്ക് പർ ടെഹൽത്തെ പ്രൊഫസർ. സടക്ക് പറഞ്ഞാൽ റോഡ്, ടെഹൽത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതെ, വെറുതെ വാക്കിംഗ്, നടക്കുന്നതിനാണ് പറയുന്നത്. പ്രൊഫസർ യുഎൻഒ കോ കുത്തേക്ക ഏക് പില്ല മിൽത്താ ഹേ. പ്രൊഫസർ യുഎൻഒ എന്നാണ് പ്രൊഫസറുടെ പേര്. അവർക്ക് എന്താണ്? ഒരു നായക്കുട്ടി, കുത്തയുടെ കുട്ടീനെയാണ് എന്ത് പറയുന്നത്? പില്ല കിട്ടുന്നു. മിൽത്താ ഹേ. അക്കിത്ത നസൽ കാ ഏക് ഷാന്താർ പില്ല. എന്താണ് നസൽ പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ആ ബ്രീഡിനെയാണ് പറയുന്നത്. നമ്മുടെ നായ്ക്കൾ ഒരുപാട് ബ്രീഡ് ഉണ്ട് അല്ലെ. ആ ബ്രീഡിനെയാണ് പറയുന്നത് അക്കിത്ത നസൽ. നസൽ എന്ന് പറഞ്ഞാൽ ബ്രീഡ് എന്നാണ് മീനിങ്. ഏക് ഷാന്താർ പില്ല എന്താണ്? അതെ, ഒരു വില കൂടിയ ഒരു നായ്ക്കുട്ടിയാണ് അത് അല്ലെ. ജിസ്കെ ഗലേമേ പട്ടാ ബന്ധാ ഹേ. അപ്പൊ അതിന്റെ കഴുത്തിൽ, ഗല പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെ, ഗല പറഞ്ഞാൽ എന്താണ്? നെക്ക്. നെക്കിൽ എന്താണുള്ളത്? പട്ടാ ബന്ധാ ഹേ, ഒരു ബെൽറ്റ് ഉണ്ട്. ഉസ്പർ ലിഖാ ഹേ, അതിൽ എഴുതിയിട്ടുണ്ട്. ഹാച്ചി. എന്താണ് എഴുതിയത്? ഹാച്ചി എന്നുള്ള പേര്. ജപ്പാനി ഭാഷാമേ ഹാച്ചി ക അർത്ഥ ഹോത്താ ഹേ ആട്ട്. അപ്പൊ ജപ്പാൻ ഭാഷയിൽ എന്താണ് ഹാച്ചിയുടെ മീനിങ്? എന്താണ്? ആട്ട്. ആട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 8 അല്ലെ. വഹ് അങ്ക് ജിസെ പൂരാ ജാപ്പാൻ ബഹുത്ത് സൗഭാഗ്യശാലി മാൻതാ ഹേ. ആ നമ്പർ, വഹ് അങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതെ, നമ്പർ. ആ നമ്പർ എന്താണ്? ജിസെ പൂരെ ജാപ്പാൻ, മുഴുവൻ ജപ്പാനും എന്താണ്? ഭയങ്കര സൗഭാഗ്യശാലി, എന്താണ്? ഭയങ്കര സൗഭാഗ്യം കിട്ടുന്ന ഒരു നമ്പർ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മാൻതാ ഹേ. ലേക്കിൻ പില്ല ऐसी മജ്ബൂർ ഹാലത്ത് മേ താ കി ഏക് ലഗേ ഭാഗ്യ കാ മാരാ ഹേ. എന്താ പറയണത്? പക്ഷെ ഈ നായ്ക്കുട്ടി എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു സമയം അല്ലെങ്കിൽ അവസ്ഥയിലാണ് അല്ലെ. എന്താ പറയണത്? മജ്ബൂർ ഹാലത്ത് മേ താ കി ലഗേ. എന്താണ് തോന്നുന്നത്?
ഭാഗ്യക മാരാഹേ, ഭാഗ്യം അവനെ തുണയ്ക്കുന്നില്ല. അതെ, എന്തുകൊണ്ടാ അതങ്ങനെ പറയുന്നത്? ഹാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മീനിങ് എന്താണ്? ജപ്പാനിൽ ഏറ്റവും സൗഭാഗ്യം കൊണ്ടുവരുന്ന ഒരു നമ്പറാണ്. ആ ഒരു മീനിങ് ഉള്ള പേരാണ് നമ്മൾ ഈ നായ്ക്കുട്ടിക്കുള്ളത്, അല്ലെ? അതുകൊണ്ടാണ് അവസാനം എന്ത് പറയുന്നത്? പക്ഷെ ഈ നായ്ക്കുട്ടീനെ എന്താണ്? ഒരിക്കലും ഭാഗ്യം അതെ തുണയ്ക്കുന്നില്ല. അപ്പൊ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ഈ ഒരു കൊല്ലത്തില് നടക്കുന്ന ഒരു കഥയാണ്. കഥയിൽ എവിടെയാണ് കഥ നടക്കുന്നത്? ജപ്പാനിലാണ് നടക്കുന്നത്. അതിന്റെ ക്യാപിറ്റൽ ആയ ടോക്കിയോ, ജപ്പാൻ ക്യാപിറ്റൽ ടോക്കിയോ. റോട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രൊഫസർ യുഎൻഒന് ഒരു പട്ടിക്കുട്ടിയെ കിട്ടുന്നു. ആ പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ട്. ഹാച്ചി എന്ന മീനിങ്ങിന് എന്താണ് ജപ്പാനിൽ മീനിങ്? 8, 8 എന്നാണ് മീനിങ്. ആ 8 എന്നുള്ള ആ ഒരു നമ്പർ നമ്മളെ ജപ്പാനിൽ എന്താണ് ഭയങ്കര സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നമ്പറാണ്. പക്ഷെ നമ്മുടെ ഈ നായ്ക്കുട്ടിക്ക് എന്താണ്? അതെ, നമ്മളെ നായ്ക്കുട്ടിക്ക് ഭാഗ്യം തുണയ്ക്കുന്നില്ല. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കൂ. പ്രൊഫസറിനെ തയ് കിയ कि मैं इस कुत्ते के मालिक को खोजूंगा. അപ്പൊ പ്രൊഫസറിനെ തയ് കിയ തീരുമാനിച്ചു, തീരുമാനം അല്ലെ? തയ് കിയ എന്ത് തീരുമാനിച്ചു? ഇസ് കുത്തേക്കെ മാലിക്, മാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെ, യജമാനൻ അല്ലെ? കുത്തേക്ക് യജമാനെ എന്താണ്? കോജൂങ്ക എന്താണ്? തിരഞ്ഞ് കണ്ടുപിടിക്കും എന്ന് ആര് തീരുമാനിച്ചു? പ്രൊഫസർ തീരുമാനിച്ചു. ജബ് തക് വഹ് നഹി മിലേഗ, അപ്പൊ എപ്പോ വരെ തെരയും? കിട്ടുന്നത് വരെ. ജബ് തക് വഹ് എന്താ പറയുന്നത്? വഹ് നഹി മിലേഗ എന്താണ്? അവരെ എപ്പോ വരെ കിട്ടുന്നുവോ കിട്ടാതിരിക്കുന്നുവോ യഹ് മേരെ സാത്ത് ഹി രഹേഗ. ആര്? ഈ പട്ടിക്കുട്ടി ആരെ കൂടെ നിൽക്കും? പ്രൊഫസറെ കൂടെ നിൽക്കും. മേരെ സാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊഫസറെ കൂടെ. മേരെ സാത്ത് എന്റെ കൂടെ, രഹേഗ നിൽക്കും. ഉസേ സാത്ത് ലേക്കർ വഹ് റോസ് ഉസ്കെ മാലിക് കോ ഖോജ്നെ നിക്കൽത്തെ. അപ്പം ഇത് തെരയും എന്നുള്ളത് നമ്മളെ പ്രൊഫസർ പറഞ്ഞു. എന്താണ് അപ്പൊ പ്രൊഫസർ ചെയ്യുന്നത്? ഈ നായക്കുട്ടീനെ കൂട്ടിയിട്ട് ഉസേ എന്താ പറയണത്? വഹ് റോസ് ഉസ്കെ മാലിക്കോ. റോസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിവസവും അവരെ യജമാനനെ, മാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനനെ തെരയുവാൻ വേണ്ടി കോജിനെ നിക്കൽത്തെ തെരയുവാൻ വേണ്ടി ഇറങ്ങും. ലേക്കിൻ വഹ് കഹി നിഹിമില്ല. പക്ഷേ, ലേക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതെ, പക്ഷേ എന്താണ്? അവരെ യജമാനനെ എന്താ? വഹ്ന യജമാനനെ കഹി നിഹിമില്ല, എവിടെയും കിട്ടിയില്ല അല്ലേ? रोज के इस संग साथ के कारण दोनों में ऐसा लगाव बन गया कि हाची अब उन्हें को अपना मालिक मानने लगा. എന്താ പറയണത്? റോസ് കെ ഇസ് സംഘ സാത്ത് കെ കാരൻ, ദിവസവുമുള്ള ഈ ഒരു കൂട്ടി നടത്തം അല്ലെ? സംഘ സാത്ത് എന്താ അവിടെ മീനിങ് കൊടുത്തു നോക്കൂ. ഒരുമിച്ചുള്ള ദിവസവും ഇവര് തമ്മില് ഒരുമിച്ചുള്ള ഈ ഒരു നടത്തം എന്താണ്? അതിന്റെ കാരണം കൊണ്ട് ദോനോമേ രണ്ടാളുടെ ഇടയിലും ഏസാ ലഗാവ്, ലഗാവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു അടുപ്പം, സ്നേഹം. ബൻഗയ ഉണ്ടായി. कि हाची अब उन्हीं को अपना मालिक मानने लगा. ആരാണ് ഈ ഉനി എന്ന് പറയുന്നത്? നമ്മുടെ പ്രൊഫസറെ അല്ലെ? നമ്മളെ പ്രൊഫസർ എന്താണ്? അതെ, യജമാനനായിട്ട് കാണുവാൻ തുടങ്ങി. പ്രൊഫസർ की पत्नी को शुरू में हाची पसंद नहीं आया. എന്താ പറയുന്നത്? പ്രൊഫസറുടെ പത്നി, ഭാര്യയ്ക്ക്, പ്രൊഫസറിന്റെ ഭാര്യയ്ക്ക് എന്താണ്? ഷുരൂമേ തുടക്കത്തിൽ എന്താണ്? ഹാച്ചി പസന്ത് നഹി ആയ, ഹാച്ചിയെ ഇഷ്ടമായില്ല. പസന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഷ്ടം. പസന്ത് മീനിങ് ഇഷ്ടം. ओके, पसंद नहीं आया. लेकिन उसकी सुंदरता और प्रोफेसर के प्रति उसके स्नेह ने उनका दिल पिघला दिया. എന്താ പറയണത്? ആരുടെ? ലേക്കിൻ ഉസ്കി സുന്ദരത, ഹാച്ചിയുടെ സൗന്ദര്യവും പ്രൊഫസറുടെ മേലുള്ള അവരുടെ സ്നേഹവും, അവന്റെ സ്നേഹവും എന്താണ്? ഉസ്കെ സ്നേഹ ഉൻകാ ദിൽ പിഘലാ ദിയ. ആരുടെ മനസ്സാണ് അലിയിപ്പിച്ചത്? അതെ, നമ്മുടെ പ്രൊഫസറിന്റെ ഭാര്യയുടെ മനസ്സ് അലിയിപ്പിച്ചു. അപ്പൊ എന്താ അവിടെ പറയണത്? പ്രൊഫസർ ഫസ്റ്റ് എന്താ പറയണത്? പ്രൊഫസർ തീരുമാനിച്ചു ഈ പട്ടിക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് പട്ടിക്കുട്ടിന്റെ യജമാനനെ കണ്ടുപിടിക്കുന്നത് വരെ പട്ടിക്കുട്ടി പ്രൊഫസറിന്റെ അടുത്ത് തന്നെ താമസിക്കും. അപ്പൊ ദിവസവും രാവിലെ ഇവര് രണ്ടാളും
സംഘസാത്ത് ഒരുമിച്ച് എന്താണ് യജമാനനെ തിരയാൻ വേണ്ടിയിട്ട് ഇറങ്ങും അല്ലെ. പക്ഷെ എന്താണ് അവര് കണ്ടു കിട്ടില്ല. പക്ഷെ എന്നുമുള്ള ഈ നടത്തം എന്താണ് ഇവരുടെ ഇടയിൽ ഉണ്ടാക്കിയത്? ഒരു അടുപ്പം ഉണ്ടാക്കി അല്ലെ. അടുപ്പം കൊണ്ട് ഹാച്ചി എന്ത് ചെയ്തു? ഹാച്ചി നമ്മുടെ പ്രൊഫസറെ യജമാനായിട്ട് കാണുവാൻ തുടങ്ങി. പിന്നെ വീട്ടിലെ കഥ എന്താണ്? വീട്ടില് നമ്മുടെ പ്രൊഫസറെ ഭാര്യയ്ക്ക് അധികം ഇഷ്ടമൊന്നും അല്ലായിരുന്നു ഹാച്ചീനെ. പക്ഷെ ഹാച്ചിന്റെ സൗന്ദര്യം വളർന്നു വരുന്നതിനനുസരിച്ച് ഹാച്ചിയുടെ ഭംഗിയും പ്രൊഫസറോടുള്ള സ്നേഹവും കൊണ്ട് നമ്മുടെ ഭാര്യയുടെ മനസ്സ് അലിഞ്ഞു. ഓക്കെ. സമയം ബീത്തുത്താ ഗയ, സമയം കഴിഞ്ഞുപോയി. അങ്ങനെ നമ്മൾ എന്താ പറയണത്? സമയം ബീത്തുത്താ ഗയ, സമയം മുന്നോട്ട് പോയി. ഉൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തി ഗയി. ഉൻ ദോനോ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? നമ്മളെ പ്രൊഫസറും ഹാച്ചിയും. നമ്മുടെ പ്രൊഫസറുടെ ഹാച്ചിയുടെയും ദോസ്തി ഫ്രണ്ട്ഷിപ്പ് ഗഹരി. ഗഹരി പറഞ്ഞാൽ എന്താണ്? ആഴത്തിൽ അല്ലെ. ഗഹരി പറഞ്ഞാൽ ആഴത്തിൽ ഹോത്തി ഗയി. സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഈ പ്രൊഫസറുടെയും ഹാച്ചിയുടെയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ആഴത്തിലായി. പ്രൊഫസർ സുബ ട്രെയിൻ പക്കടുക്കർ ദഫ്തർ ജാത്തെ ഓർ ഷാം കോ ലോട്ട്കർ ഹാച്ചി കെ സാത്ത് കേൾത്തെ. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഉറക്കാൻ തുടങ്ങിയത് നോക്കുക നമ്മള്. പ്രൊഫസർ രാവിലെ, സുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ, ട്രെയിൻ പക്കടുക്കർ, പക്കടുക്കർ വന്നെന്താ പിടിച്ചിട്ട്, ക്യാച്ച് എന്നാണ് പറയുന്നത്. ദഫ്തർ ജാത്തെ ഓഫീസിൽ, ദഫ്തർ പറഞ്ഞാൽ ഓഫീസ് പോകും. ഓർ ഷാം കോ വൈകുന്നേരം, എന്താണ് ഷാം പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്, വൈകുന്നേരം. ലൗട്ട്കർ ഹാച്ചി കെ സാത്ത് ഖേൽത്തെ, എന്താ പറയണത്? തിരിച്ചു വന്നിട്ട് ഹാച്ചിയുടെ കൂടെ കളിക്കും. ഖേൽത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലേ അല്ലെ, കളിക്കും. ഏക്ക് സുബ. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഒരു രാവിലെ, ഒരു ദിവസം രാവിലെ, ഹാച്ചി ബി പ്രൊഫസർ കെ പീച്ചെ പീച്ചെ ചൽത്താ ഹുവ സ്റ്റേഷൻ പहुंच गया. ഒരു ദിവസം രാവിലെ എന്താണ് നടക്കുന്നത്? ഹാച്ചി എന്താണ് പ്രൊഫസറുടെ ബാക്കിൽ, പീച്ചെ പീച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊഫസറിന്റെ ബാക്കിൽ ചൽത്താ ഹുവ സ്റ്റേഷൻ പहुंच गया, നടന്നിട്ട് സ്റ്റേഷനിൽ എത്തി അല്ലേ. ഉൻകോ ബഹുത്ത് അജീബ് ലഗ. അത് ആർക്കാണ്? ഉൻകോ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മളെ പ്രൊഫസർക്ക്. പ്രൊഫസർക്ക് എന്താണ് ഉണ്ടായത്? ഭയങ്കര ഒരു വ്യത്യാസം തോന്നി, ഒരു യൂണീക്ക് ആയിട്ട് തോന്നി. കാരണം വീട്ടിൽ നിന്ന് കളിക്കും, അവർ അവിടെ നിൽക്കും, പോരും, തിരിച്ചു വരുമ്പോഴും കളിക്കും, ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കലും ഹാച്ചി പ്രൊഫസറുടെ ബാക്കിൽ വന്നിട്ടില്ല. പക്ഷെ ഒരു ദിവസം എന്താണ് ഹാച്ചി ചെയ്തത്? ഹാച്ചി പ്രൊഫസറുടെ ബാക്കിൽ പോയിട്ട് സ്റ്റേഷന്റെ അവിടെ എത്തി അല്ലേ. സ്റ്റേഷന്റെ അവിടെ എത്തിയപ്പോൾ പ്രൊഫസർക്ക് എന്താണ് ഒരു ഭയങ്കര ഒരു വ്യത്യാസം തോന്നി. ഉനോനെ സംജാന ചാഹ. അപ്പോൾ ഈ പ്രൊഫസർ എന്താണ് ഹാച്ചിനെ മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിച്ചു. സംജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതെ, ട്രൈ ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. എന്താണ്? മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിച്ചു അല്ലെ. മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്താണ് ശ്രമിച്ചത്? ലേക്കിൻ ഹാച്ചി ഗർ ലോട്ട്നേക്കോ രാസി നഹിത. ശ്രമിച്ചു നോക്കി, വരണ്ട അല്ലെ, ബാക്കിൽ വരണ്ട, റോട്ടിൽ കൂടെ വരണ്ട, എല്ലാം നോക്കി. പക്ഷെ എന്താണ് ചെയ്തത്? ഹാച്ചി ഗർ ലോട്ട്നേക്കോ രാസി നഹിത. ഹാച്ചി എന്താണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, ലൗട്ട്ന എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു പോകാൻ രാസി തയ്യാറല്ലായിരുന്നു. ഓക്കെ, രാസി നിഹീത. ആഖിർ പ്രൊഫസർ ഖുദ് സേ ഘർ തക് ചോഡ്കർ ആയേ और ദഫ്തർ സേ ഗയേ ദേർ സേ ഗയേ. എന്താണ് പറയണത്? അവസാനം. ആഖിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ? അവസാനം. പ്രൊഫസർ ഖുദ്, ഖുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം, സ്വയം. പ്രൊഫസർ ഖുദ് ഉസേ ഘർ തക് ചോഡ്കർ, വീട്ടിൽ വരെ വിട്ടേച്ചിട്ട് ആയേ ഓർ ദഫ്തർ ദർ ഗയേ. അപ്പോഴേക്ക് എന്താണ് നമ്മൾ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി നമ്മുടെ പ്രൊഫസർ. അപ്പൊ അതാ പറഞ്ഞത്, എത്ര ലേറ്റ് ആയാലും വേണ്ടിയില്ല, പ്രൊഫസർ എന്താക്കി ഹാച്ചിനെ വീട്ടിൽ വിട്ടു, എന്നിട്ട് നേരം വൈകിട്ട് ഓഫീസിൽ പോയി. അപ്പം നമ്മൾ ഹാച്ചിനെ കിട്ടിയത് കഥ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കഴിഞ്ഞു. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പിന്നെ പറയണത്? സമയം കഴിഞ്ഞു പോയി, രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സായി. എന്നും എന്താ രാവിലെ ഹാച്ചിന്റെ കൂടെ കളിക്കും, തിരിച്ചു വന്നാൽ ഹാച്ചിന്റെ കൂടെ കളിക്കും. ഒരു ദിവസം രാവിലെ ഹാച്ചി എന്ത് ചെയ്തു? അതെ, പ്രൊഫസറിന്റെ ബാക്കില് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ പോയപ്പോ പ്രൊഫസറിന് എന്താണ് ഒരു ഭയങ്കര ഒരു വ്യത്യാസം തോന്നി. പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിച്ചു, പക്ഷെ ഹാച്ചി കേട്ടില്ല. പ്രൊഫസർ എന്താക്കി? ഹാച്ചിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട്ടു, എന്നിട്ട് നേരം വൈകിട്ട് ഓഫീസിൽ പോയി. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ.
शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा है. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? വൈകുന്നേരം, ഷാംകോ. ഷാംകോ എന്ന് പറഞ്ഞാൽ എന്താ? ഷാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൈകുന്നേരം. വൈകുന്നേരം എന്താണ്? കാം സേ ലോട്ട്നെ കെ ബാദ് എന്താണ്? അതെ, ഓഫീസിൽ അല്ലെങ്കിൽ വർക്കിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത്, വൈകുന്നേരം വർക്കിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ജബ് വേ ട്രെയിൻ സേ ഉത്തർക്കർ, അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പനെ സ്റ്റേഷൻ കെ ഫാട്ടക്, അവരുടെ സ്റ്റേഷന്റെ അതെ വാതിൽ അല്ലെങ്കിൽ എന്താ പറയാ കവാടത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സെനിക്കലെ തോ ദേക്ക എന്ന് പറഞ്ഞാൽ കണ്ടു. എന്താ കണ്ടത്? ബാഹർ സടക്ക് പർ ഹാച്ചി, പുറത്ത് റോട്ടിന്റെ മേലെ ഹാച്ചി ഉൻകാ ഇന്തിസാർ കർ രഹാ ഹേ. ആരെയാണ് അവിടെ കാത്തിരിക്കുന്നത്? പ്രൊഫസറെ. ഉൻക എന്ന് പറഞ്ഞ പ്രൊഫസറെ, ഇന്തിസാർ കാത്തിരിപ്പ്, കാത്തിരിക്കുന്നു അല്ലെ? കാത്തിരിപ്പ്. ആരാണ് കാത്തിരിക്കുന്നത്? ഹാച്ചി. ആരെ കാത്തിരിക്കുന്നു? പ്രൊഫസറെ. വഹ് ഉൻകെ സാത്ത് സാത്ത്, അവൻ രണ്ടാളും കൂടെ പൈതൽ ഗർലോട്ട, നടന്നിട്ട്. പൈതൽ എന്ന് പറഞ്ഞാൽ എന്താ? വാക്ക്, നടക്കുന്നതിനാണ് പൈതൽ എന്ന് പറയാ. ഗർലോട്ടെ, വീട്ടിലേക്ക് തിരിച്ചുപോയി. ഫിർ തോ യഹ് റോസ് കാ സിൽസില ബൻ ഗയാ, പിന്നീട് എന്താണ് ഇതുണ്ടായത്? ഈ ഒരു രാവിലെ കൊണ്ടാക്കുന്നതും വൈകുന്നേരം വരുമ്പോൾ രണ്ടാളും കൂടെ തിരിച്ചു വരുന്നതും ഒരു ദിവസവും നടക്കുന്ന ഒരു കാര്യമായിട്ട് മാറി. हर सुबह हाची प्रोफेसर को छोड़ने स्टेशन तक जाता और शाम को उनके आने से पहले ही स्टेशन के बाहर बैठकर उनका इंतजार करने लगा. എന്താ പറയണത്? ഹർ സുബ, ദിവസവും രാവിലെ. എന്താ പറയണത്? ദിവസവും രാവിലെ ഹാച്ചി പ്രൊഫസർ കോ ചോടിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ വിടാൻ വേണ്ടിയിട്ട്. എവിടെ വിടാനാണ്? റെയിൽവേ സ്റ്റേഷനില്. പ്രൊഫസറിനെ സ്റ്റേഷനില് വിട്ടുവിടും, അവിടെ വിടാൻ വേണ്ടിയിട്ട് പോകും. തക്ക് ജാത്ത ഓർ ഷാം കോ ഉൻകെ ആനെ സെ പെഹലെ, വൈകുന്നേരം വരുന്നതിന് മുന്നേ. ഉൻകെ ആനെ സെ പെഹലെ എന്ന് പറഞ്ഞാൽ എന്താ? മുൻപേ എന്ത് ചെയ്യും? സ്റ്റേഷൻ കെ ബാഹർ ബൈഠക്കർ, സ്റ്റേഷന്റെ പുറത്ത് ഇരുന്നിട്ട് ഉൻക ഇന്തിസാർ കർനെ ലഗത്ത, എന്താണ്? നമ്മുടെ പ്രൊഫസറെ കാത്തിരിക്കുവാൻ തുടങ്ങും അല്ലേ? ഫിർ സാത്ത് സാത്ത് ഗർ ആത്ത ഉച്ചൽത്തെ, എന്നിട്ട് എന്താ ചെയ്യാ? കാത്തിരിക്കും. വൈകുന്നേരം ആകുമ്പോ പ്രൊഫസർ പണി കഴിഞ്ഞ് വരും. എന്നിട്ട് രണ്ടാളും എന്ത് ചെയ്യും? ഫിർ സാത്ത് സാത്ത് ഗർ ആത്ത, ഫിർ പിന്നീട് രണ്ടാളും സാത്ത് സാത്ത് കൂടെ എന്താണ്? വീട്ടിലേക്ക് വരും. എങ്ങനെയാണ് വീട്ടിലേക്ക് അവർ വരിക? ഉച്ചൽത്തെ പുളക്തെ, എന്താണ് പറയണത്? ഉച്ചൽത്തെ പുളക്തെ, ചാടി കളിച്ച്. രണ്ടാളും കൂടെ ചാടി കളിച്ച് മീൻസ് നായി ചാടി കളിച്ച്. അങ്ങനെ നമ്മുടെ രണ്ടാളും കൂടെ കളിച്ചിട്ടാണ് ഇവിടെ അവര് വീട്ടിലെത്തുന്നത്. അപ്പൊ കഥയൊന്ന് നോക്കൂ. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വിട്ടത് വരെ പറഞ്ഞു അല്ലെ? സ്റ്റേഷനിൽ രാവിലെ കൊണ്ടുവിട്ടത് പറഞ്ഞു. അപ്പൊ വൈകുന്നേരം ആയി നമ്മുടെ പ്രൊഫസർ വന്നപ്പോൾ എന്താണ് സ്റ്റേഷന്റെ പുറത്ത് കാണുന്നത്? അതെ, ഹാച്ചി പ്രൊഫസറെ കാത്തിരിക്കുന്നതാണ് കാണുന്നത്. കാത്തിരുന്നോ? എന്നിട്ടോ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അവരുടെ കൂടെ, പ്രൊഫസറിന്റെ കൂടെ എന്താണ്? രണ്ടാളും കൂടെ നടന്ന് വീട്ടിലേക്ക് വരും. എന്നിട്ട് പിന്നെ എന്താണ് ഉണ്ടാവുന്നത്? ഇതൊരു ദിവസവും ഇതൊരു ശീലമായി മാറി അല്ലെ? രാവിലെ കൊണ്ടാക്കുന്നതും വൈകുന്നേരം വന്ന് കൂട്ടിപ്പോകുന്നതും ഒരു ശീലമായി മാറി. പിന്നെ എന്താണ് നെക്സ്റ്റ്? എന്താണ്? രണ്ടാളും കാത്തിരുന്ന് രണ്ടാളും കൂടെ കളിച്ച് വീട്ടിലേക്ക് വരും. ഓക്കെ. एक शाम हाची स्टेशन के बाहर बैठकर इंतजार कर रहा था, बहुत देर हो गई. എന്താണ്? ഏക് ഷാം, ഒരു വൈകുന്നേരം. ഷാം എന്നുള്ളത് എന്താണ്? വൈകുന്നേരം, ഈവനിങ്. ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ, സ്റ്റേഷന്റെ പുറത്ത്. ബൈഠക്കർ, ഇരുന്നിട്ട്. ഇന്തിസാർ, കാത്തിരിക്കുകയായിരുന്നു. ബഹുത്ത് ദേർ ഹോ ഗയി. ദേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലേറ്റ് ആവുക, നേരം വൈകി. ദേർ വൈകി. ലേക്കിൻ പ്രൊഫസർ ലൗട്ട്കർ നഹി ആയ, പക്ഷേ എന്താണ്? പക്ഷേ പ്രൊഫസർ എന്താണ്? തിരിച്ചു വന്നില്ല. ലൗട്ട്കർ നഹി ആയ, തിരിച്ചു വന്നില്ല. രാത് ഹോ ഗയി, രാത്രി ആയി. ബർഫ് ഗിർനെ ലഗി, അപ്പൊ രാത്രി ആയപ്പോൾ എന്താണ്? മഞ്ഞ് വീഴാൻ തുടങ്ങി. पर ना तो प्रोफेसर आए ना ही हाची उस जगह से हिला,
ഇപ്പൊ എന്താ പറയണത്? രാത്രിയായി, മഞ്ഞ് വീഴാൻ തുടങ്ങി. നാത്തോ പ്രൊഫസർ ആയേ, പ്രൊഫസർ വന്നില്ല. നാഹി ഹാച്ചി ഉസ് ജഗസികെ, ആ ഹാച്ചി എന്താണ്? ആ സ്ഥലത്ത് നിന്നും മാറിയില്ല. ദരസൽ ഉസ് ദോപഹർ കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ താ. ദരസൽ എന്താണ് അവിടെ നടന്നത്? എന്താണ് സത്യത്തിൽ അവിടെ നടന്നത്? അന്ന് വൈകുന്നേരം, വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ, ഉച്ചക്ക്. ദോപഹർ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് എന്താണ് നടന്നത്? ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ, മരണം. നിധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം സംഭവിച്ചിരുന്നു. ദഫ്തറില്, ഓഫീസില് പ്രൊഫസർ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ ഉനെ കബി നെഹി ലോട്ട്നാദാ, എന്താണ് ഇപ്പോഴെന്താ ഇനി നടക്കുക? അവര് ഒരിക്കലും തിരിച്ചു വരില്ല, ശരിയല്ലേ? ലേക്കിൻ ഹാച്ചി കോ യഹ് ബാത്ത് കേസേ പതാ ചൽ സക്തി തീ, പക്ഷേ നമ്മുടെ ഈ നായി ഹാച്ചിക്ക് എങ്ങനെ ഈ ഒരു കാര്യം അറിയും, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? അതാണ് പറയുന്നത്. ഒരു വൈകുന്നേരം ഹാച്ചി സാധാരണ രീതിയിൽ നമ്മുടെ പ്രൊഫസറെ കാത്തിരിക്കുകയാണ്. പക്ഷെ എന്താണ്? പ്രൊഫസർ വന്നില്ല. രാത്രിയായി, മഞ്ഞു വീഴാൻ തുടങ്ങി, പക്ഷേ പ്രൊഫസർ വന്നില്ല, അല്ലേ? പക്ഷെ എന്താണ് അവിടെ ശരിക്കും റിയലി എന്താണ് അവിടെ സംഭവിച്ചത്? പ്രൊഫസർ അന്ന് ഉച്ചക്ക് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട്, പ്രൊഫസറുടെ ഓഫീസിൽ വെച്ചിട്ട് മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. അപ്പൊ പ്രൊഫസർ ഇനി തിരിച്ചു വരുമോ? ഇല്ല. പക്ഷെ ആര് പറഞ്ഞു കൊടുക്കും നമ്മുടെ ഹാച്ചിനോട് ഇത്? ഇനി നെക്സ്റ്റ് എന്താന്ന് നോക്കാം. उसे तो बस इतना समझ आया कि उसका दोस्त इस जगह ट्रेन से उतरकर हर रोज उसके पास लौट आता था, आज नहीं लौटा है. എന്താണ് ഇവിടെ പറയണേ? ഉസേ തോ ബസ് ഇത്തന സമജായ. സമജായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മനസ്സിലായിട്ടുള്ളൂ. എന്താണ് ഇത്രയും മനസ്സിലായിട്ടുള്ളൂ. ഉസേ തോ ബസ്, അവന് ഇത്രയും മനസ്സിലായിട്ടുള്ളൂ. ഉസ്കാ ദോസ്ത്, അവന്റെ എന്താണ്? ഫ്രണ്ട് അല്ലെങ്കിൽ സുഹൃത്ത്. ഇസ് ജഗ, ഈ സ്ഥലത്ത്. ട്രെയിൻ സേ ഉത്തർക്കർ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഹർ റോസ് എന്ന് വെച്ചാല് എല്ലാ ദിവസവും. ഉസ്കെ പാസ് ലോട്ടാത്താത്ത, അവന്റെ അടുത്ത് തിരിച്ചു വരാറുണ്ടായിരുന്നു, ശരിയല്ലേ? എല്ലാ ദിവസവും ആ സ്ഥലത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് നിൽക്കുന്ന ഹാച്ചിന്റെ അടുത്തേക്ക് തിരിച്ചു വരാറുണ്ടായിരുന്നു. ആജ് നെഹി ലോട്ടാ ഹെ, ഇന്ന് വന്നിട്ടില്ല. ഇത്ര മാത്രമേ നമ്മുടെ ഹാച്ചിക്ക് അറിയുള്ളൂ. ഹോ സക്താ ഹെ, എന്തായിരിക്കും എന്നാണ് പറയണത്. തോടി ദേർ ബാദ് ആജായേ, എന്തായിരിക്കും? കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുമായിരിക്കും. കുറച്ചു നേരം, തോടി ദേർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചു നേരത്തിന് ശേഷം വരുമായിരിക്കും. ദേർ രാത്ത്, എന്താണ്? രാത്രി, നേരം വൈകിട്ട്. പ്രൊഫസർ കെ പരിജൻ, പ്രൊഫസറുടെ പരിജൻ. ഉസേ ജബ്രൻ ഗർ ലേ ഗയേ ലേക്കിൻ അഗ്ലി സുബഹ് ഹാച്ചി ഫിർ ഉസി ജഗ ആക്കർ ബൈഠ് ഗയാ. അപ്പോൾ പ്രൊഫസർ മരിച്ചു എന്നുള്ളത് അവരുടെ റിലേറ്റീവ്സിന് അറിയാം, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അറിയാം, ശരിയല്ലേ? അപ്പൊ ബന്ധുക്കൾ എന്ത് ചെയ്തു? പരിചയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എഴുതിയിട്ടുണ്ട്, ബന്ധുക്കള്. രാത്രി ആയപ്പോൾ പ്രൊഫസറിന്റെ ബന്ധുക്കള് ജബ്രൻ എന്താണ് നിർബന്ധിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗർ ലേ ഗയേ ലേക്കിൻ അഗ്ലി സുബഹ്, പക്ഷേ നെക്സ്റ്റ് രാവിലെ, അഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അടുത്ത രാവിലെ തന്നെ എന്താ ചെയ്തത്? ഹാച്ചി ഫിർ ഉസി ജഗ ആക്കർ ബൈഠ് ഗയേ, ഹാച്ചി പിന്നെയും, അല്ലെ? ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെയും, എന്താണ്? ഉസി ജഗ, അതേ പ്ലേസിൽ വന്ന് ഇരുന്നു. उसे विश्वास था कि प्रोफेसर रोज की तरह स्टेशन के उस दरवाजे से निकल कर आएगा. എന്താണ് അവിടെ പറയണത് നോക്കൂ. അവന് വിശ്വാസം ഉണ്ടായിരുന്നു, അല്ലേ? എന്താണ്? പ്രൊഫസർ റോസ് കി തര, എന്നും ചെയ്യുന്നത് പോലെ പ്രൊഫസർ സ്റ്റേഷൻ കെ ഉസ് ദർവാസേ, ഏത് ഒരു വാതിൽ കൂടി, ദർവാസ പറഞ്ഞാൽ എന്താ? വാതില്, അല്ലെ? എല്ലാവർക്കും അറിയാലോ. ആ ഏതൊരു വാതിൽ കൂടിയാണോ പ്രൊഫസർ ഇറങ്ങി വരാറുണ്ടായിരുന്നത്, ആ വാതിൽ കൂടെ ഇറങ്ങി വരും എന്നുള്ളത് ആർക്ക് ഉറപ്പായിരുന്നു? ഹാച്ചിക്ക് ഉറപ്പായിരുന്നു. ഉസേ പ്യാർ കരേങ്കി ഓർ ഫിർ വേ ദോനും കേൽത്തെ ടെഹൽത്തെ ഗർ ലോട്ടെങ്കി, എന്നിട്ട് എന്താക്കും? ഇറങ്ങി വരും, എന്നിട്ട് അവനെ സ്നേഹിക്കും. പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്നേഹം. അവനെ സ്നേഹിക്കും. ഓർ ഫിർ, പിന്നീട് എന്താ ചെയ്യാ? രണ്ടാളും, വേദോനോം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാളും കൂടെ കേൽത്തെ ടെഹൽത്തെ, കളിച്ച് നിൽക്കലും കളിക്കലും നിൽക്കലും ഒക്കെ ആയിട്ട്
ഗർ ലോട്ടേങ്കെ, എന്താണ് വീട്ടിലേക്ക് തിരിച്ച് അല്ലെ വീട്ടിലേക്ക് തിരിച്ച് വരും. वह रोज सुबह स्टेशन के बाहर उसी जगह बैठ जाता और देर रात घर लौटाता. അപ്പൊ ഇത് വിചാരിച്ചിട്ട് നമ്മുടെ ഹാച്ചി എന്താ ചെയ്യണത് നോക്കൂ. വഹ് അവൻ, ഹാച്ചി, റോസ് സുബ എല്ലാ ദിവസവും രാവിലെ ഉസി ജഗ ബൈട്ട് അതേ സ്ഥലത്ത് ഇരുന്നിട്ട് ജാത്ത ഓർ ദേർ രാത്ത് എന്താണ് രാത്രി നേരം വൈകിയിട്ട് ഗർ ലോട്ടാത്ത വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, എന്താണ് അപ്പൊ ഈ പാരഗ്രാഫിൽ പറയണത് നോക്കൂ. നമ്മുടെ ഹാച്ചിക്ക് ഇത്രേ അറിയുള്ളൂ. നമ്മുടെ പ്രൊഫസർ മരിച്ചതൊന്നും ഹാച്ചി അറിയില്ല. ഹാച്ചിക്ക് ഇത്രേ അറിയുള്ളൂ. എന്ന് രാവിലെ ഹാച്ചി പറഞ്ഞു വരുന്ന പ്രൊഫസർ ട്രെയിൻ ഇറങ്ങിയിട്ട് ആ വാതിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി വരും, അവനെ സ്നേഹിക്കും, എന്നിട്ട് അവർ രണ്ടാളും വീട്ടിലേക്ക് പോകും. അപ്പൊ ഇത്ര മാത്രമേ നമ്മൾ ഹാച്ചിക്ക് അറിയുള്ളൂ. അപ്പൊ അതിൽ പ്രൊഫസർ വരും എന്ന പ്രതീക്ഷയില് ഹാച്ചി എന്താണ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ കാത്തുക്കുക തന്നെയാണ്. അപ്പോ പക്ഷേ കാത്തുക്കുന്ന സമയത്ത് നമ്മുടെ എന്താണ് പ്രൊഫസറുടെ റിലേറ്റീവ് വന്നു, അവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം രാവിലെ അതെ അവിടെ തന്നെ വന്നിരുന്നു. കുച്ച് സമയ ബാദ് പ്രൊഫസർ കി പത്നിനെ മക്കാൻ ബേച്ച് ദിയ. എന്താണ് പറയുന്നത്? കുറച്ചു സമയങ്ങൾക്ക് ശേഷം എന്താ ചെയ്തത്? പ്രൊഫസർ കി പത്നി, പ്രൊഫസറുടെ ഭാര്യ, മക്കാൻ ബേച്ച് ദിയ, അവരുടെ വീട്, മക്കാൻ എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ്, അവരുടെ വീട് എന്താണ് വീട് വിറ്റിട്ട് ഉസേ ഷെഹർ ചലി ഗയി. എന്താണ് അവരെവിടെ പോയി? ടൗണിലേക്ക് പോയി അല്ലെ. അവരുടെ പ്രൊഫസറിന്റെ പത്നി എന്താണ് അവരുടെ വീട് വിറ്റിട്ട് ടൗണിലേക്ക് പോയി. വഹ് അപ്നെ സാത്ത് ഹാച്ചി കോ ബി ലേത്തി ഗയി തി. എന്താ പറയണത്? വഹ് അപ്നെ സാത്ത് അവരുടെ കൂടെ ആരെ കൊണ്ടുപോയി? ഹാച്ചിയെയും ലേത്തി ഗയി തി കൂടെ കൊണ്ടുപോയിരുന്നു. लेकिन हाची वहां से भाग आया और स्टेशन के बाहर ठीक उसी जगह पर बैठकर फिर से इंतजार करने लगा. लेकिन എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷേ ഹാച്ചി എന്താണ് വഹാസെ ഭാഗായ അവിടെ നിന്നും അതെ പോന്നു തിരിച്ചു വന്നു. ഓർ എന്നിട്ടോ സ്റ്റേഷൻ കെ ബാഹർ സ്റ്റേഷന്റെ പുറത്ത് ടീക്ക് ഉസി ജഗ എന്താണ് കറക്റ്റ് അതേ പ്ലേസിൽ എവിടെയാണോ നമ്മുടെ പ്രൊഫസർ വരുമ്പോ ഹാച്ചി ഉണ്ടാകുക അതേ പ്ലേസിൽ ബൈട്ടുകർ ഫിർസെ ഇന്തസാർ കർണ അവിടെ ഇരുന്നിട്ട് ബൈട്ടനാന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കുക, എന്നിട്ട് പിന്നെയും എന്താണ് കാത്തിരിക്കുവാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പെഹചാൻതേ थे. എന്താ പറയുന്നത്? ആസ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അടുത്ത്, സ്റ്റേഷന്റെ അടുത്ത് ആളുകൾ അവനെ അറിയുമായിരുന്നു. വേലോഗ് ഹാച്ചിക്കോ ഖാന ഖിലാ ദേത്തെ. ആ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഹാച്ചിക്ക് ഖാന ഭക്ഷണം അല്ലെ ഭക്ഷണം ഖിലാ ദേത്തെ അതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. വഹ് ദിൻ ബർ സ്റ്റേഷൻ കോ ദേഖ്താ രഹ്താ. ആരാണ്? ഹാച്ചി എന്താണ് ദിവസം മുഴുവനും സ്റ്റേഷനിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. പാവം അല്ലേ. ട്രെയിൻ ആത്തി, ട്രെയിൻ വരുന്നു. तो ഉച്ചക്കർ അപ്പനെ പ്രൊഫസർക്കോ ഖോജാ കർത്താ. എന്താണ് ഉച്ചക്കനാന്ന് എന്താ പറയണത്? ഇരുന്നോടത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ യജമാനൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോകും? ട്രെയിന് വരുന്ന സ്ഥലത്തേക്ക്, ട്രെയിൻ ആൾക്കാർ ഇറങ്ങി വരുന്ന സ്ഥലത്തേക്ക് തിരയാൻ വേണ്ടി. ഖോജ എന്ന് പറഞ്ഞാൽ എന്താ? തിരയാൻ വേണ്ടിയിട്ട് പോകും. രാത് ഹോത്തി, പിന്നീട് എന്താണ്? രാവിലെ ആകുമ്പോഴോ സിർ ജുക്കാക്കർ വഹ് യാർഡ് മേ സോനെ ചലാ ജാത്ത. എന്താ പറയണത്? അതെ രാത്രിയായാല് തല താഴ്ത്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് യാർഡിലേക്ക് പോവും. സിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തല. ചുക്കാക്കർ എന്ന് പറഞ്ഞാൽ എന്താ? തല താഴ്ത്തുന്നതിനാണ് പറയാ. ചുക്കാക്കർ വഹ് യാർഡ് മേ സോനെ ചലേ, ഉറങ്ങാൻ വേണ്ടിയിട്ട് യാർഡിൽ പോകും. എന്താണ് ഈ പാരഗ്രാഫിൽ പറയണെന്ന് നോക്കൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമ്മുടെ പ്രൊഫസറുടെ പത്നി വീട് വിട്ടുപോയി, ഹാച്ചിനെയും കൂടെ കൊണ്ടുപോയി. പക്ഷെ ഹാച്ചി എന്താണ് തിരിച്ച് ഇതേ റെയിൽവേ സ്റ്റേഷനിൽ പ്രൊഫസറെ കാത്തിരുന്നു. പ്രൊഫസറെ കാത്തിരിക്കുന്ന സമയത്ത് അവിടെ ചുറ്റുമുള്ള ആൾക്കാർ ഹാച്ചിയെ അറിയുവാൻ തുടങ്ങിയിരുന്നു. അവരെന്താണ് ഹാച്ചിക്ക് ഭക്ഷണം കൊടുക്കുവാൻ തുടങ്ങി. എല്ലാ ട്രെയിന് വരുമ്പോഴും ഹാച്ചി എന്താക്കും? പെട്ടെന്ന് എഴുന്നേക്കും, തന്റെ യജമാനുണ്ടോ നോക്കാതെ തിരയാൻ പോകും. എന്നിട്ട് രാത്രിയാവുമ്പോൾ എന്താണ് തലയും താത്തിയിട്ട് യാർഡിൽ അവിടെ തന്നെ കിടന്നുറങ്ങും.
ഏക് സാൽ, ദോ സാൽ, തീൻ സാൽ, പൂരെ 9 സാൽ. സാൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇയർ അല്ലെ, കൊല്ലം, വർഷം. ഏക് സാൽ, ദോ സാൽ, തീൻ സാൽ. ഓരോരോ കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പൂരെ 9 സാൽ, മുഴുവൻ. പൂരെ എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവനും 9 കൊല്ലവും 9 മഹീനി, മാസം. 9 കൊല്ലവും 9 മഹീനി. തക് ഹാജി ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा. ഇത്രയും കൊല്ലവും ഇത്രയും മാസവും ഈ ഹാച്ചി എന്താക്കി? കറക്റ്റ് അതേ സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മുടെ പ്രൊഫസറെ കാത്തിരുന്നു. ഓക്കെ. ജിസ്സെ ഏക സുബ ഉസ്നെ ട്രെയിൻ മേ ബിട്ടാക്കർ വിദാ കിയാ താ. അപ്പൊ എന്താ അവിടെ പറയണത്? ആ പ്രൊഫസറെ ഒരു ദിവസം രാവിലെ ഹാച്ചി എന്താണ് ട്രെയിനിൽ കേട്ടിട്ട് അതെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടതായിരുന്നു. അതുകൊണ്ടാണ് വരുമെന്ന പ്രതീക്ഷയിലെ ഹാച്ചി ദിവസവും ഇത്രയും കൊല്ലം കാത്തിരുന്നത്. ലേക്കിൻ ജോ ഫിർ കബി ലോട്ട് കർ നഹി ആയ. പക്ഷെ എന്താണ് ഇവിടെ പറയണത്? ആ പ്രൊഫസർ ഒരിക്കലും കബി ലോട്ട് കർ നഹി ആയ, തിരിച്ചു വന്നില്ല. സർദി, ഗർമി, ബർസാത്ത്, ബർഫ്, ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹി പടാ. സർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ? കോൾഡ്. ഗർമി പറഞ്ഞാല് ചൂട്. ബർസാത്ത് പറഞ്ഞാലോ മഴ. പിന്നെ ബർഫ്, ഐസ് അല്ലെ? ഐസ് വീഴുന്നതിനാണ് പറയണത്. ഹാച്ചിക്കോ ഇൻ സബ്സെ, ഹാച്ചിക്ക് ഈ എല്ലാ കാര്യങ്ങളിലും ഈ എല്ലാത്തോണ്ടും എന്താണ് ഒരു മാറ്റവും വന്നിട്ടില്ല. മഴയായാലും വേണ്ടിയില്ല, വെയിലായാലും വേണ്ടിയില്ല, ചൂടായാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. ഹാച്ചി എന്താണ്? പ്രൊഫസർ വരുമെന്ന പ്രതീക്ഷയിൽ ആ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ പ്രൊഫസറെയും കാത്തിരിക്കുകയായിരുന്നു. ബീച്ച് മേ കബി. എന്താ പറയണ? ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇടയിൽ, അതിന്റെ ഒരു മിഡിൽ എന്താ പറയണേ? കബി കിസി ബർസ്, ഒരു കൊല്ലത്തില്, ഏതോ ഒരു കൊല്ലത്തില് പ്രൊഫസർ की पत्नी अपने पति की खबर पर पूल चढ़ाने आ जाती, तब वह हाची के साथ सड़क पर बैठकर रोती रहती. അപ്പൊ എന്താ പറയണത്? ഇതിന്റെ ഇടയിൽ ഇത്രയും കൊല്ലം കാത്തിരുന്ന കഥ അതവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു കൊല്ലത്തില് നമ്മുടെ പ്രൊഫസറുടെ ഭാര്യ എന്താണ്? അപ്പനെ പതി, അവരുടെ ഹസ്ബൻഡിന്റെ ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശവകുടീരം. ശവകുടീരത്തിൽ എന്താണ്? അതിന്റെ മേലെ ഫൂൽ ചടാനെ, എന്താണ്? ശരി, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലെ? നമ്മളെ മരിച്ചുപോയ ആൾക്കാരെ ശവകുടീരം ഉണ്ടാവും, അതിന്റെ മേലെ എന്താണ്? പൂ വെക്കാൻ വരും. അങ്ങനെ ഫൂൽ ചടാനെ ആ ജാതി വന്നിരുന്നു. എന്നിട്ടോ തബ് വഹ ഹാച്ചി കെ സാത്ത്, അപ്പോൾ അവര് ഹാച്ചിയുടെ കൂടെ സടക്ക് പർ ബൈഠക്കർ റോത്തി രഹത്തി, റോട്ടിന്റെ മേലെ കരഞ്ഞുകൊണ്ടിരുന്നു. और शायद उस मूग जानवर के प्रेम समर्पण व प्रतीक्षा पर अचरज करती. പിന്നീട് എന്താ പറയണത്? അല്ലെങ്കിൽ ആ ഒരു സങ്കടം എന്തുകൊണ്ടാണ് വന്നത്? മൂഗ് ജാൻവർ, മൂഗ് എന്ന് പറഞ്ഞാൽ എന്താ? മിണ്ടാത്തെ അല്ലെ? മൂഗ് ജാൻവർ എന്ന് പറഞ്ഞാൽ മിണ്ടാത്തെ ജാൻവർ, എന്താണ്? ആനിമൽ അല്ലെങ്കിൽ മൃഗത്തിന്റെ സ്നേഹവും പിന്നെന്താണ്? ആ സ്നേഹത്തിന്റെ മേലുള്ള സമർപ്പണ മനോഭാവവും പിന്നെ പ്രതീക്ഷ, പ്രൊഫസറെ കാത്തിരിപ്പും അല്ലെ? കാത്തിരിക്കുന്ന അവരെ ആരെയാണ് ആശ്ചര്യപ്പെടുത്തിയത്? അച്ചരച്ച് പറഞ്ഞ എന്താ? ആശ്ചര്യം. ആരെ ആശ്ചര്യപ്പെടുത്തി? ഭാര്യയെ ആശ്ചര്യപ്പെടുത്തി. സമയ്ക്ക് സാത്ത് ഹാച്ചി ബൂഢാ ഹോ ഗയാ. പിന്നെ നമ്മൾ പറഞ്ഞു 9 കൊല്ലവും 9 മാസമായി. അപ്പൊ സമയം കടന്നു പോകുമ്പോൾ എന്താണ്? ഹാച്ചിക്ക് വയസ്സായി. ബൂഢാ ഹോ ഗയാ പറഞ്ഞ വയസ്സായി. ലേക്കിൻ ഉസ്നെ ഇന്തിസാർ കർനാ നഹി ചോടാ. പക്ഷേ ലേക്കിൻ എന്താണ്? ഉസ്നെ, അവൻ എന്താണ്? കാത്തിരിക്കുന്നത് നിർത്തിയില്ല അല്ലെ? എത്രയോ കൊല്ലമായി, വയസ്സായി, എല്ലോ ആയി, പക്ഷെ എന്താണ്? കാത്തിരിക്കുന്നത് നിർത്തിയില്ല. 1935 എന്താണ്? ഉസി ജഗ ബൈഠേ ഉസ്നെ ദം തോട് ദിയാ അല്ലെ? 1935 എന്താണ് നടന്നത്? അതേ സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മുടെ ഹാച്ചി ശ്വാസം പോയി. ദം തോട് ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം പോയി എന്നാണ്, എന്ന് വെച്ചാ മരിച്ചു. ഉസ് സമയ ബർഫ് ഗിർ രഹി തി. എന്താ പറയണത്? ആ സമയത്ത്, ഉസ് സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ബർഫ് ഗിർ രഹി തി, ഐസ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചിക്ക് കുലി ആങ്കോങ്കോ ജേസെ അബുബി ഇന്തിസാർ താ. എന്താ അവിടെ പറയണത്? മരേ ഹുയെ,
മരിച്ചുപോയ ഹാച്ചിയുടെ കുലിയാങ്കോങ്കോ, കുലി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ചെയ്തിട്ടുള്ള കണ്ണുകൾ, തുറന്നു കിടക്കുന്ന കണ്ണുകൾക്ക് ജേസെ അബ്ബി ഇന്തുസാർദ, എന്താണ്? ഇപ്പോഴും എന്താണ്? പ്രൊഫസർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്, കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. അതൊരു രീതിയിൽ അവിടെ പറയാണ്. എന്താണ് പറയണത്? ഇത് കൊല്ലങ്ങൾ കഴിഞ്ഞു, അത് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു കൊല്ലത്തില് പ്രൊഫസറുടെ ഭാര്യ വന്നപ്പോഴോ നമ്മുടെ ഈ ഒരു എന്താണ്, അതെ, നായിന്റെ അടുത്ത് ഇരുന്ന് കരഞ്ഞു. ആ നായിന്റെ സ്നേഹം, സമർപ്പണവും എന്താണ്, കാത്തിരിപ്പിനെ കൊണ്ട്, ആശ്ചര്യം കൊണ്ടോ അറിയില്ല, അവർക്ക് ഭയങ്കര സങ്കടം വന്നു. പിന്നെ സമയം കഴിയുന്നതിനനുസരിച്ചിട്ട് ഹാച്ചിക്ക് വയസ്സായി. ഹാച്ചി വയസ്സായിട്ടും എന്താണ്, മരിച്ചപ്പോഴോ എന്താണ്, ഹാച്ചിയുടെ തുറന്നു കിടക്കുന്ന കണ്ണുകൾക്ക് ഇപ്പോഴും പ്രൊഫസർ വരും എന്നുള്ള ഒരു ചിന്ത ആണ് ഉള്ളത്. അതാണ് ഇവിടെ ലാസ്റ്റിൽ പറഞ്ഞത്. ബീച്ച് മേ കബി, ഓക്കെ സോറി, അത് കഴിഞ്ഞു, ലെസൺ കഴിഞ്ഞു, സോറി. ഓക്കെ, ഇത് ലെസണിലെ ലാസ്റ്റിൽ വരുന്ന ഒരു പിക്ചറാണ്. ഈ പിക്ചറിൽ നോക്കൂ. ഹാച്ചി കി സ്മൃതി മേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് ഹെ. എന്താ പറയണത്? ഹാച്ചിയുടെ സ്മരണയില് സ്റ്റേഷന്റെ പുറത്ത് ഒരു പ്രതിമ സ്ഥാപിച്ചു. എന്താ പറയണത്? ഹാച്ചിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേഷന്റെ പുറത്ത് അവിടെയുള്ള ആൾക്കാര് ഒരു പ്രതിമ സ്ഥാപിച്ചു. അതാണ് ഇവിടെ ആ ഒരു ടെക്സ്റ്റിലെ ഒരു പിക്ചർ നമുക്ക് കാണുന്നത്. ഇതോടുകൂടി ഈ ലെസൺ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ആക്ടിവിറ്റിയുമായിട്ട് കാണാം. ഓക്കെ, എല്ലാവരും ബൈ.